നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ ആളിക്കത്തിയതിനെ തുടർന്ന് രാജ്യത്തെ ഇന്റർനെറ്റ് അന്താരാഷ്ട്ര ടെലിഫോൺ ബന്ധങ്ങൾ ഭരണകൂടം വിച്ഛേദിച്ചു. നാടുകടത്തപ്പെട്ട മുൻ കിരീടാവകാശി റസ പല്ലവിയുടെ ആഹ്വാനം സ്വീകരിച്ച് ആയിരക്കണക്കിന് പേരാണ് തെരുവിലിറങ്ങിയത്. വ്യാഴാഴ്ച രാത്രി മുതലാണ് ഇറാനിൽ ഇന്റർനെറ്റും അന്താരാഷ്ട്ര ടെലിഫോൺ ബന്ധങ്ങളും വിച്ഛേദിച്ചത്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി 8 മണിക്കാണ് പല്ലവി പ്രകടനങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. ഇതിന് പിന്നാലെ നിരവധി പേർ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കെതിരെ മുദ്രാവാക്യം മുഴക്കി തെരുവിലിറങ്ങി. ഇറാനിലെ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പ്രകടനങ്ങൾ ശക്തമായി തുടരുകയാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിനു തൊട്ടുമുമ്പ് ഇറാനിൽ നിന്ന് പലായനം ചെയ്ത മുൻ കിരീടാവകാശി റസ പല്ലവിയാണ് നിലവിലെ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. ഷായെ പിന്തുണച്ച് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. ഷായെ അനുകൂലിക്കാൻ ഇറാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടേക്കാവുന്ന കുറ്റമായിരുന്നു മുൻപ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇറാനിൽ ഭരണകൂടത്തിനെതിരെ തുടരുന്ന പ്രക്ഷോഭത്തിൽ 42 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ആളിപ്പടരുന്ന പ്രക്ഷോഭം അടിച്ചമർത്താനായി രാജ്യത്തുടനീളം ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ്. വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പത്തിലും ജീവിത ചെലവിലും പ്രതിഷേധിച്ച് ടെഹ്റാൻ ബസാറിൽ തുടങ്ങിയ സമരം ഇപ്പോൾ ഇസ്ഫഹാൻ, അബാദാൻ, കെർമൻഷാൻ തുടങ്ങി രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്കെല്ലാം വ്യാപിച്ചിരിക്കുകയാണ്. ഏകാധിപതിക്ക് മരണം, പല്ലവി തിരിച്ചുവരും തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പ്രക്ഷോഭക്കാർ ഉയർത്തുന്നത്. പ്രതിഷേധക്കാർ പഴയ ഭരണകാലത്തെ ഇറാൻ പതാകയുമായാണ് പ്രതിഷേധിക്കുന്നത്. ഇതിനിടെയാണ് അയൽ രാജ്യമായ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിലേക്ക് അമേരിക്ക തങ്ങളുടെ കൂറ്റൻ ബോയിങ് KC-135R സ്ട്രാറ്റോ ടാങ്കറുകളെ എത്തിച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളും വരുന്നത്. കഴിഞ്ഞ 11 ദിവസമായി ഇറാനിൽ തുടരുന്ന പ്രക്ഷോഭം അക്രമാസക്തമായതോടെയാണ് ഭരണകൂടം കടുത്ത നടപടികളിലേക്ക് കടന്നത്. സാമ്പത്തിക മാന്ദ്യത്തിനും വിലക്കയറ്റത്തിനുമെതിരെ തെരുവിലിറങ്ങിയ ജനങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വാർത്താവിനിമയ ബന്ധങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തി. ഇന്റർനെറ്റ് സേവനങ്ങളും ലാൻഡ് ലൈൻ കണക്ഷനുകളും വിച്ഛേദിച്ചതിനു പുറമെ സാറ്റലൈറ്റ് സിഗ്നലുകൾ ജാം ചെയ്യാനും അധികൃതർ ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ടുകളുള്ളത്. പ്രക്ഷോഭത്തിന്റെ ദൃശ്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തുന്നത് തടയാനാണ് ഈ നീക്കം. US ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി പ്രകാരം ഇതുവരെ 42 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2270-ലധികം ആളുകൾ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 21 മരണങ്ങൾ മാത്രമേ ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളൂ. ഇസ്ഫഹാനിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ബന്ധപ്പെട്ട കെട്ടിടത്തിന് പ്രതിഷേധക്കാർ തീയിട്ടു. ടെഹ്റാനിൽ പ്രക്ഷോഭം നേരിടാനെത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒടുവിൽ പിന്മാറി. ഇവരെത്തിയ വാഹനങ്ങൾ പ്രക്ഷോഭകാരികൾ തീയിട്ട് നശിപ്പിച്ചു. ഇറാനിലെ 31 പ്രവിശ്യകളിലേക്കും സമരം വ്യാപിച്ചു. കുർദിഷ് മേഖലകളിൽ വ്യാപാരികൾ കടകളടച്ച് പണിമുടക്കി. തെക്കൻ പ്രവിശ്യയായ ഫാർസിൽ വിപ്ലവ ഗാർഡ് കമാൻഡർ ഖാസിം സുലൈമാനിയുടെ പ്രതിമ പ്രതിഷേധക്കാർ തകർത്തു. ഇറാനിയൻ കറൻസിയുടെ മൂല്യത്തകർച്ചയും സബ്സിഡികൾ നിർത്തലാക്കിയതുമാണ് ജനങ്ങളെ തെരുവിലിറക്കിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭക്ഷണ സാധനങ്ങൾക്ക് 70%, മരുന്നുകൾക്ക് 50% വില വർദ്ധിച്ചു. 2022 മഹ്സ അമിനി പ്രതിഷേധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴത്തെ സമരം ഒരു കേന്ദ്രീകൃത നേതാവില്ലാതെയാണ് നടക്കുന്നത്. എന്നാൽ നാടുകടത്തപ്പെട്ട കിരീടാവകാശി റസ പല്ലവി സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. ഭരണകൂടത്തിന്റെ നീക്കത്തെ നാടുകടത്തപ്പെട്ട ഇറാൻ കിരീടാവകാശി റസ പല്ലവി അതിരൂക്ഷമായി വിമർശിച്ചു. ദശലക്ഷക്കണക്കിന് ഇറാനികൾ സ്വാതന്ത്ര്യത്തിനായി തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഇതിനുള്ള മറുപടിയായി ഇറാൻ ഭരണകൂടം എല്ലാ ആശയവിനിമയ മാർഗങ്ങളും വിച്ഛേദിച്ചിരിക്കുന്നു. ഇന്റർനെറ്റും ലാൻഡ് ലൈനുകളും അവർ കട്ട് ചെയ്തു. ഉപഗ്രഹ സിഗ്നലുകൾ ജാം ചെയ്യാനും അവർ മടിച്ചിട്ടില്ല. പല്ലവി എക്സിൽ കുറിച്ചു. ജനങ്ങളെ നിശബ്ദരാക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഖമനേയിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഇസ്ലാമിക വിപ്ലവകാലത്ത് നാടുകടത്തപ്പെട്ട ഇറാനിയൻ രാജകുമാരൻ റസ പല്ലവി ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് വിച്ഛേദിച്ചത്. അതേസമയം വിദേശ ശത്രുക്കൾ വാടകയ്ക്കെടുത്ത ആളുകളാണ് പ്രക്ഷോഭത്തിന് പിന്നിലെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ആരോപിച്ചു. 2022-23 കാലഘട്ടത്തിൽ മഹ്സ അമിനിയുടെ മരണത്തെ തുടർന്ന് നടന്ന പ്രതിഷേധങ്ങൾക്ക് ശേഷം രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇത്. ഡിസംബർ 28-ന് ടെഹ്റാൻ ബസാറിലെ വ്യാപാരികൾ ആരംഭിച്ച കടയടപ്പ് സമരം പിന്നീട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കുർദ്, ലോർ ന്യൂനപക്ഷങ്ങൾ വസിക്കുന്ന പടിഞ്ഞാറൻ ഇറാനിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഇറാനിയൻ കറൻസിയായ റിയാലിന്റെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് പതിച്ചതാണ് പുതിയ പ്രക്ഷോഭങ്ങൾക്ക് ആക്കം കൂട്ടിയത്. പിന്നാലെ സുരക്ഷാ സേനയുടെ അടിച്ചമർത്തലിനെതിരെയും പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയിക്കെതിരെയും
പ്രക്ഷോഭകർ രംഗത്തിറങ്ങി. ഇതാണ് അവസാന സന്ദേശം, ഭരണകൂടം തന്നെയാണ് ലക്ഷ്യം എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പ്രതിഷേധക്കാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിനു പുറമെ പുറത്താക്കപ്പെട്ട പഴയ രാജഭരണത്തെ അനുകൂലിച്ചും ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടും മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ട്. ഖമനേയിയെ പുറത്താക്കുമെന്ന മുന്നറിയിപ്പും പ്രക്ഷോഭകർ ഉയർത്തുന്നു. ഇതേസമയം പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ ഇറാഖിലെ ഷിയ സായുധ സംഘങ്ങൾ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. 800ഓളം ഇറാഖി മിലിഷ്യ അംഗങ്ങളെ തീർത്ഥാടകരെന്ന വ്യാജേന ഇറാനിലേക്ക് എത്തിച്ചതായും അവർ അഖ്വാസിലെ സൈനിക താവളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായും വാർത്തകൾ പുറത്തുവരുന്നു. ഇറാനിലെ ഈ അസ്ഥിരതയ്ക്കിടയിലാണ് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിലേക്കുള്ള അമേരിക്കൻ നീക്കം ശ്രദ്ധേയമാകുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ഭരണകൂടത്തിന് കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിഷേധക്കാരെ കൊല്ലുന്നത് തുടർന്നാൽ ഇറാനെതിരെ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ജർമ്മനിയും ഇറാൻ അധികൃതരുടെ അമിത ബലപ്രയോഗത്തെ അപലപിച്ചു. ഇറാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്ന സാഹചര്യം മുതലെടുത്ത് മേഖലയിൽ ഉണ്ടാകാനിടയുള്ള ഏത് അപ്രതീക്ഷിത നീക്കത്തെയും നേരിടാൻ അമേരിക്ക തയ്യാറെടുക്കുകയാണെന്നാണ് സൂചന. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന KC-135R സ്ട്രാറ്റോ ടാങ്കറുകളുടെ സാന്നിധ്യം ദീർഘദൂര ആക്രമണങ്ങൾക്കുള്ള അമേരിക്കയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന പറക്കും പെട്രോൾ പമ്പുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ആക്രമണങ്ങൾക്കായി പോകുന്ന വിമാനങ്ങൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ ഇവയുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. ഇസ്രയേലിന് നേരെയുള്ള ഭീഷണികളെ ചെറുക്കാനും നിരീക്ഷണം ശക്തമാക്കാനും ഈ വിന്യാസം സഹായിക്കും. ഗ്ലോബ് മാസ്റ്ററിൽ ബ്ലാക്ക് ഹോക്കും ചിനൂക്കും ബ്രിട്ടനിൽ എത്തിച്ചു. നിരീക്ഷണത്തിനായി ട്രൈറ്റണും ആകാശത്തെത്തുമ്പോൾ എന്താണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന ചോദ്യം ഉയരുന്നു. ചുരുക്കത്തിൽ, ഒരു വശത്ത് ജനതയുടെ പ്രതിഷേധത്താൽ ഇറാൻ ഭരണകൂടം വിയർക്കുമ്പോൾ മറുവശത്ത് അത് മുതലെടുക്കാനെന്ന വണ്ണം അമേരിക്കൻ പടക്കപ്പലുകളും വിമാനങ്ങളും ഗൾഫ് മേഖലയിൽ നിലയുറപ്പിക്കുകയാണ്. മധ്യപൂർവേഷ്യയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളുടെ പ്രധാന കേന്ദ്രമാണ് ഖത്തർ. ചുരുക്കത്തിൽ, മധ്യപൂർവേഷ്യയിൽ എവിടെയും അതിവേഗം സൈനിക ശക്തി പ്രകടിപ്പിക്കാനും യുദ്ധവിമാനങ്ങൾക്ക് തടസ്സമില്ലാതെ ദീർഘദൂരം പറക്കാനുമുള്ള സൗകര്യം ഒരുക്കാനുമാണ് ഇവ എത്തിയിരിക്കുന്നത്. വിമർശനങ്ങളെ തുടർന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സുരക്ഷാ സേനയോട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആക്രമണം ഒഴിവാക്കണമെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കാൻ ചർച്ചകൾ വേണമെന്നും അദ്ദേഹം പറയുന്നു. ഇതേസമയം ഉപരോധങ്ങൾ കാരണമാണ് രാജ്യം സാമ്പത്തികമായി തകർന്നതെന്നാണ് സർക്കാരിന്റെ വാദം. കൂടുതൽ വാർത്തകൾക്ക് മലയാളി വാർത്ത പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യൂ. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.